Hi guys, welcome back to my channel. So this is gonna be my first long video. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ഫിനാലെ നേരിട്ട് കാണാൻ പോയതിൻ്റെ ഒരു വീഡിയോ ആണ്, ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ സീസൺ ചെന്നൈ വെച്ചാണ് ഷൂട്ട് എന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ അറ്റ്ലീസ്റ്റ് ഒരു വീക്കെൻഡ് എപ്പിസോഡെങ്കിലും നേരിട്ട് പോയി കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഈവൻ ദോ ഇൻവൈറ്റ് കിട്ടിയെങ്കിലും പോകാൻ പറ്റിയിരുന്നില്ല എനിക്ക്. പക്ഷേ യോഗം ഗ്രാൻഡ് ഫിനാലേക്ക് പോകാനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു 9:30 ആകുമ്പോൾ അവിടെ എത്തണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ ഭയങ്കര ലേറ്റ് കമേഴ്സ് ആയിപ്പോയി. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ എത്തിയപ്പോഴേക്കും പ്രോഗ്രാമും കാര്യങ്ങളൊന്നും തുടങ്ങിയിരുന്നില്ല. അപ്പോൾ സത്യം പറയാമല്ലോ, ഞാൻ ആദ്യമായിട്ട് ഒരു റിയാലിറ്റി ഷോ നേരിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഷോയിലൊക്കെ പോകുമ്പോൾ നമ്മളെ എന്താ പറയുക, വണ്ടർ ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ലൈറ്റ്സ് ആണെങ്കിലും സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും ക്യാമറ, സ്റ്റേജ്, അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, വാവ് ഉള്ള ആ ഫാക്ടർ വരുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ എനിക്കൊരു അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോൻ്റെ സ്റ്റേജൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, എക്സൈറ്റഡായി ഞാൻ. പിന്നെ എക്സ് കണ്ടസ്റ്റൻസിനെ നേരിട്ട് കാണാൻ പറ്റി, അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ അവരൊക്കെ കണ്ടപ്പോൾ നമ്മളിപ്പോൾ ഒരു 100 ഡേയ്സ് ആയിട്ട് കാണുവാണ് അവരെ. അപ്പോൾ നമുക്ക് നല്ല പരിചയമുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിൽ എന്താ പറയുക അവരെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവരെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് എന്താ, നമുക്ക് കുറേ കാലമായിട്ട് അറിയുന്നവരെ നേരിട്ട് കണ്ട പോലെയായിരുന്നു ഞങ്ങളൊക്കെ ബിഹേവ് ചെയ്തിരുന്നത്. പക്ഷെ ഒരേ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹായ് പറയുമ്പോൾ ഒരു തിരിച്ച് നമുക്ക് ഹായ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ റിപ്ലൈ തരുന്നു. അതായിരുന്നു ഒരു ഡിഫറെൻ്റായിട്ട് തോന്നിയ കാര്യം. അപ്പോൾ EVP ഫിലിം സിറ്റിയിലായിരുന്നു ബിഗ് ബോസ് ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ ഷെഡ് പോലെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ അകത്ത് ഓരോരോ ഷോസാണ്, മോസ്റ്റ്ലി തമിഴ് ഷോസാണുള്ളത്. പിന്നെ ഒരേ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഫോൺ അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഗേറ്റ്, ഇതിൻ്റെ അകത്ത് ആണ് ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള ഒരു കാര്യവും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് വെളിയിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവർ തന്നിരുന്നു, പൂരിയും പൊട്ടാറ്റോ കറിയാണെന്ന് തോന്നുന്നു, അത് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളുടെ അടുത്ത് ഫുഡ് കഴിച്ച് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു ഷൂട്ടിന്. സോ ഇത് ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഗ്രാൻഡ് ഫിനാലെ എല്ലാം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയ വീഡിയോ ആണ്. സത്യം പറഞ്ഞ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, ബിഗ് ബോസ് പോലെയുള്ള ഇത്രയും വലിയ റിയാലിറ്റി ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ നേരിട്ട് കാണാൻ, ലാലേട്ടനെ നേരിട്ട് കാണാൻ. ലാലേട്ടനൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഫസ്റ്റ് റോലാണ് ഇരുന്നിരുന്നതേ. അപ്പോൾ ലാലേട്ടനെ കുറേ അത്രയ്ക്കും ക്ലോസ് ആയിട്ട് കാണാൻ പറ്റി. അത് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ലൈഫിലും ലാലേട്ടനൊക്കെ കാണാൻ പറ്റുമെന്ന്. പിന്നെ എൻ്റെ കുറേ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിനെ കാണാൻ പറ്റി. ടോപ്പ് 5-ലുള്ളവരെ തന്നെ ലൈക്ക് ഫ്രണ്ടിലായതുകൊണ്ട് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റി, അവരോട് സംസാരിക്കാൻ പറ്റി, അവർക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ പറ്റി. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. പിന്നെ ഈവനിങ് ഷോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്നാക്സും ടീയെല്ലാം അവർ തന്നിരുന്നു. ഇത് ഞങ്ങൾ ഷോ എല്ലാം കഴിഞ്ഞുള്ള ഡിസ്കഷനാണ്. ഇത് നടന്നു അങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ ഞങ്ങൾക്ക് മെസ്സേജസ് വരാൻ തുടങ്ങി, ഞങ്ങളെ സ്ക്രീനിലെല്ലാം കാണിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഇതിലും എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ സത്യം പറയല്ലോ, ഒരു എന്താ പറയുക, ഭയങ്കര ഈവൻ ദ ഓഡിയൻസ് ഭയങ്കര പവർ പാക്ഡ് ആയിരുന്നു. ഓരോ കണ്ടസ്റ്റൻസ് എവിക്റ്റായി വരുമ്പോൾ അവർക്ക് എന്തൊരു ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു കേട്ടോ കിട്ടിയത്. ഇപ്പോൾ ഓൾ ദ 5 കണ്ടസ്റ്റൻസ് സ്റ്റേജിൽ വന്നപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നു. അതിൽ ജാസ്മിൻ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഇമോഷണലായി. എന്ന് വെച്ചാൽ അവരുടെ ജേർണി വീഡിയോയിലാണെങ്കിലും കാണിച്ചപ്പോഴാണെങ്കിലും ശരി, ജാസ്മിന് അനിയനെ കണ്ട് കരഞ്ഞതും അനിയനെ പോയി ഹഗ് ചെയ്യുന്ന അതൊക്കെ കണ്ടപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഓഡിയൻസും അങ്ങ് ഇമോഷണലായിപ്പോയി. പിന്നെ അർജുനും ജിൻഡോയും വന്നപ്പോൾ അങ്ങ് എന്താ പറയുക, നമ്മുടെ സ്റ്റേജും അല്ലെങ്കിൽ ഓഡിയൻസ് എല്ലാം കൂടി ചേർന്ന് ആ സെറ്റ് ഫുൾ പവർ പാക്ഡ് ആക്കി. ഭയങ്കര അപ്ലൂസും കാര്യങ്ങളായിരുന്നു. അർജുൻ്റെയൊക്കെ പേര് വിളിച്ച് നിലവിളിക്കുകയായിരുന്നു. ഞാനൊക്കെ നിലവിളിച്ച് എൻ്റെ ശബ്ദം ഒരു ഇതായിട്ടുണ്ട് ഇപ്പോൾ. ഇതൊക്കെ EVP ഫിലിം സിറ്റീൻ്റെ ഉൾഭാഗം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോരോ ഇതിൻ്റെ അകത്താണ് ഷൂട്ട് നടക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടും അതുപോലെ വീക്കെൻഡ് എപ്പിസോഡൊക്കെ നടന്ന ആ സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് അവിടെ. ഇവിടെ ഏത് ഭാഗത്താണ് BB ഹൗസ് ഉള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കുറേ ഞാൻ നോക്കി, പക്ഷെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല.
പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ ഔട്ട്സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയാലോ, ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലേക്ക് പോയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റി. കണ്ടസ്റ്റൻസിനെ ആയാലും വിന്നേഴ്സിനെ ആയാലും ടോപ്പ് 5 ഉള്ളവരെ ആണെങ്കിലും ലാലേട്ടനായാലും പിന്നെ ബിഗ് ബോസിൻ്റെ ശബ്ദത്തിൻ്റെ ഉടമേനെ കാണാൻ പറ്റി. പിന്നെ ഒരുപാട് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിരുന്ന ആൾക്കാരെ കാണാൻ പറ്റി. അപ്പോൾ ഒരു എന്താ പറയുക, വളരെ ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഓർക്കുമ്പോൾ ഒരു ഡ്രീം പോലെ തോന്നുക. കാരണം ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വേദിയിൽ പോകാൻ പറ്റും, ഓഡിയൻസായിട്ട് ഇരിക്കാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വിന്നർ ആരാണ്, ഓരോരുത്തരുടെ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ എത്തിയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് റിസൾട്ട് എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ആ ഷൂട്ട് നടക്കുമ്പോഴാണ് ഓക്കെ ഇന്ന ആളാണ് ഇന്ന പൊസിഷനിൽ വന്നതെന്ന് അറിയുന്നത്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ, അതായത് ഫസ്റ്റും സെക്കൻഡും അനൗൺസ് ചെയ്യേണ്ട ആ ഒരു ഘട്ടം വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ടെൻഷനായി തുടങ്ങി. കാരണം ഇപ്പോൾ മുമ്പത്തെ സീസണെല്ലാം നമ്മൾ ടി വിയിലിരുന്നാൽ കണ്ടത്. ടി വിയിൽ കാണുമ്പോഴേക്കും നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് അപ്പം അത്ര ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് ടെൻഷൻ അങ്ങ് കൂടും. കാരണം എന്താ റിസൾട്ട് എന്ന് അറിയില്ല. കാരണം ഭയങ്കര ഇഞ്ച് കോമ്പറ്റീഷൻ ആയിരുന്നല്ലോ ലാസ്റ്റ് മൊമെൻ്റ് ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് എൻ്റെ കൈയൊക്കെ അങ്ങ് ഫ്രോസൺ ആയ അവസ്ഥയായിരുന്നു. അപ്പോൾ അതായിരുന്നു മറ്റൊരു ഹൈലൈറ്റ് ഓഫ് ദി ഡേ. ഇത് പിന്നെ വിന്നറിനെ അനൗൺസ് ചെയ്തപ്പോൾ പാറിപ്പറന്ന് എൻ്റെ കയ്യിലേക്ക് എത്തിയൊരു സാധനമാണ്. അപ്പോൾ ഞാനിത് ബി ഗ്രാൻഡ് ഫിനാലേക്ക് പോയ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇത്രയേ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.